ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഡേ ഡ്യൂട്ടിയാണ്. സോ അതിനുള്ള റെഡിയാകലാണ്. പൊതുവേ നേഴ്സസ് അധികം സമയമൊന്നും എടുക്കില്ല റെഡിയാകാൻ. ബിക്കോസ് അവർക്കാണ് മുഖ്യം. പിന്നെയുള്ള ഒരുക്കം എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ചിലരെങ്കിലും അങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ്. എന്നാലും ഒരുങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം സെയിം പ്രൊഡക്റ്റ് സെയിം ഒരുക്കം, അതുകൊണ്ട് ഇതിനൊന്നും വലിയ സമയം എടുക്കില്ല. ആദ്യം ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാനൊരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ട് എനിക്കത് നല്ല എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ സൺസ്ക്രീനൊക്കെ ഞാൻ മാറ്റി മാറ്റി ഉപയോഗിക്കും. എന്നാലും സൺസ്ക്രീൻ്റെ ഉപയോഗം ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ചേഞ്ചസ് എൻ്റെ മുഖത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ക്രീമൊക്കെ ഒന്ന് സെറ്റാകുന്ന ടൈമിൽ ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി ക്ലിപ്പിട്ട് വെക്കും. ക്യാപ്പ് വെച്ച് കവർ ചെയ്യാനുള്ളതായതുകൊണ്ട് ഭംഗിയൊന്നും ഒരു പ്രശ്നമല്ല. അതിനുശേഷം നമ്മുടെ വൈറൽ പ്രോഡക്റ്റായ ഫേസസ് കാനഡയുടെ സ്റ്റോപ്പ് ക്രീം അപ്ലൈ ചെയ്യും. അത് വളരെ കുറച്ചേ ഞാൻ എടുക്കത്തുള്ളൂ. തീരുമോ എന്നുള്ള ഇതിൽ ടെൻഷനിലാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. കാരണം 18 ml ഒരു ചെറിയ ട്യൂബാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസസ് കാനഡയുടെ തന്നെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ജസ്റ്റ് അത് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്യും. എൻ്റെ ഓയിലി സ്കിന്നെ ആയതുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഞാൻ കണ്ണെഴുതുന്നത് ആദ്യം ഞാനൊരു ഐ പെൻസിൽ വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ വരയ്ക്കും. അതിനുശേഷം ഐലൈനർ വെച്ച് എൻ്റെ കണ്ണിൻ്റെ മുകളിലും താഴെ ഒന്ന് വരച്ചു കൊടുക്കും. ഞാൻ ഈ കണ്ണാടി യൂസ് ചെയ്തിട്ടാണ്. എനിക്ക് ക്യാമറയെ നോക്കി കണ്ണെഴുതാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടില്ലെന്ന്. അതിനിടയ്ക്ക് ഞാനൊരു പൊട്ടും പോയി തൊട്ടിട്ടുണ്ടായിരുന്നു. ഐബ്രോ ഒരു പൗഡറൊക്കെ വെച്ചിട്ട് ബ്രൗൺ കളറിലെ പൗഡർ വെച്ചിട്ട് ഐബ്രോ ഫില്ല് ചെയ്തു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഫേസസ് കാനഡയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. എല്ലാവരും ചേരുമെന്ന് പറയുന്നുണ്ട്. ഡെയിലി അത് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ID കാർഡാണ്. ID കാർഡിൻ്റെ ഫുഡിൻ്റെ കാർഡ്, കബോർഡിൻ്റെക്ക് എല്ലാം ഞാൻ കഴുത്തി കെട്ടി തൂക്കിയിട്ടുണ്ട്. പിന്നെ വാച്ച്. ഈ വാച്ച് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. പിന്നെ മുടി കവർ ചെയ്യാനായിട്ട് ക്യാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതും ഞാനൊന്ന് സെറ്റാക്കി. മുമ്പ് ഞാൻ അങ്ങനെ ക്യാപ്പ് യൂസ് ചെയ്യില്ലായിരുന്നു. കോവിഡിൻ്റെ സമയം തൊട്ടാണ് ഞാൻ ക്യാപ്പൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കോവിഡ് കഴിഞ്ഞിട്ടും ആ ക്യാപ്പിൽ നിന്ന് വിട്ടുപോരാനൊരു മനസ്സ് വന്നില്ല. അതാണ് സത്യം. പിന്നെ കോട്ടൊക്കെ ഇട്ട് പിന്നെ ഇനി ഡ്യൂട്ടിക്ക് പോകാമെന്നുള്ളതാണ്. ഓൾറെഡി ആ സമയത്തേൽ 6:30 കഴിഞ്ഞു. ഞാൻ 40 ആകുമ്പോഴത്തേന് റൂമിൽ നിന്ന് ഇറങ്ങും. അതിന് മുമ്പായിട്ട് അമ്മയൊക്കെ ഒന്ന് വീട്ടിൽ വിളിക്കും. അതിനുശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ആ സമയത്ത് പിള്ളേരൊന്നും എണ്ണിക്കത്തില്ല. ചില സമയത്ത് എഴുന്നേക്കും, ആ സമയത്ത് പിള്ളേരെയൊക്കെ ഒന്ന് വിളിക്കും. പിന്നെ നമുക്ക് ഒരു 10 മിനിറ്റ്സോളം ഉണ്ട് നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ വരെ. അങ്ങനെ നടന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.